ഹായ് നമസ്കാരം. നമ്മുടെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ചിട്ടിയെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. വീട് വയ്ക്കാൻ പറ്റിയ ചിട്ടി എന്ന് പറയുന്നത് പല ആളുകളും പല രീതിയിലുള്ള ചിട്ടികളാണ് സെലക്ട് ചെയ്യുന്നത്. അതായത് ഷോർട്ട് പീരീഡ് ചിട്ടിയുണ്ട്, അതേപോലെ തന്നെ ലോങ് പീരീഡ് ചിട്ടിയുണ്ട്, പിന്നെ മൾട്ടി ഡിവിഷൻ ചിട്ടിയുണ്ട്, പിന്നെ ഒരു മിഡ് ടേം വരുന്നത്, അതായത് ഇപ്പോൾ 60 മാസം അല്ലെങ്കിൽ ഒരു 50 മാസം 70 അങ്ങനെ കാലാവധി വരുന്ന ചിട്ടികളുണ്ട്. അങ്ങനെ പല ടൈപ്പിലുള്ള ചിട്ടികളും KSFBയുടെ വിവിധ ശാഖകളിൽ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ സാമ്പത്തിക ആവശ്യം ഇല്ലെങ്കിൽ നമ്മൾക്ക് എത്ര രൂപയുടെ ചിട്ടിയാണോ വേണ്ടത് അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ചോയ്സാണ്. അപ്പം നമ്മൾക്ക് ആ ചോയ്സ്, അതായത് നമ്മൾക്ക് എത്ര ലക്ഷം രൂപയുടെയാണ് ചിട്ടി വേണ്ടത് എന്ന് നമുക്ക് മനസ്സിലുണ്ടാവും. അപ്പം അതിന് അനുയോജ്യമായിട്ടുള്ള ചിട്ടികൾ KSFBയുടെ പല ശാഖകളിലും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള 1, 2, 3 ശാഖകളിൽ അന്വേഷിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര ലക്ഷത്തിന്റെ ചിട്ടിയാണ് വേണ്ടത് എന്ന് ആ ശാഖകളിൽ നിന്ന് അന്വേഷിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ചിട്ടി ചേരുവാനും കഴിയും. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ഒരു ചിട്ടി സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സാമ്പത്തിക ആവശ്യം എന്താണ്, അതേപോലെ തന്നെ നമ്മൾക്ക് മാസം എത്രയാണോ വരുമാനം, ആ വരുമാനം കൊണ്ട് നമുക്ക് അടയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചിട്ടി. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു മാസം ഒരു 10,000 രൂപയാണ് എടുക്കാൻ കഴിയുമെന്ന് വിചാരിക്കുക. അപ്പോൾ 10,000 രൂപയിൽ പറ്റുന്ന ചിട്ടി, അതായത് ഇപ്പോൾ 10,000 രൂപ വെച്ചിട്ട് 50 മാസം അടയ്ക്കുന്ന 5 ലക്ഷത്തിന്റെ ചിട്ടിയുണ്ട്. അതേപോലെ തന്നെ 10,000 രൂപ വെച്ചിട്ട് 100 മാസം അടയ്ക്കുന്ന 10 ലക്ഷത്തിന്റെ ചിട്ടിയുണ്ട്. 10,000 രൂപ വെച്ചിട്ട് 50 മാസം അടയ്ക്കുന്ന 5 ലക്ഷത്തിന്റെ ചിട്ടിയുണ്ട്. അതേപോലെ തന്നെ 10,000 രൂപ വെച്ചിട്ട് 60 മാസം അടയ്ക്കുന്ന 6 ലക്ഷത്തിന്റെ ചിട്ടിന്. അങ്ങനെ ഇപ്പൊ 10,000 രൂപ വെച്ചിട്ട് തന്നെ അടയ്ക്കുന്ന പല തരത്തില് പല ടൈപ്പിലുള്ള ചിട്ടികളുണ്ട്. അപ്പൊ നമുക്ക് കാലാവധിയിലാണ് അത് വ്യത്യാസം വരുന്നത്. ഇപ്പൊ 10,000 രൂപ വെച്ചിട്ട് 50 മാസം പറയുമ്പോൾ 50 മാസം കാലാവധി വരുമ്പോൾ 5 ലക്ഷമായി. അതേസമയത്ത് 10,000 രൂപ വെച്ചിട്ട് 100 മാസം കാലാവധി വരുമ്പോൾ 10 ലക്ഷം രൂപയായി. അതേസമയത്ത് 10,000 രൂപ വെച്ചിട്ട് 60 മാസം കാലാവധി വരുന്ന സമയത്ത് 6 ലക്ഷമായി. അങ്ങനെ വിവിധ ടൈപ്പിലുള്ള ചിട്ടികൾ നിങ്ങൾക്ക് KSFBയിൽ അവൈലബിൾ ആണ്. പക്ഷെ കാലാവധി കൂടുന്തോറും അതിൽ ആളുകളുടെ എണ്ണം കൂടുതലാണ്. ഇപ്പൊ 100 മാസത്തിന്റെ കാലാവധി ചിട്ടി പറയുമ്പോൾ 100 ആളുകൾ ഉണ്ടാവും. 50 മാസത്തിന്റെ കാലാവധി ചിട്ടി പറയുമ്പോൾ 50 ആളുകളെ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ 60 മാസത്തിന്റെ കാലാവധി ചിട്ടി പറയുമ്പോൾ 60 ആളുകളുണ്ട്. അപ്പൊ ആളുകളുടെ എണ്ണം കൂടുന്തോറും ഈ ചിട്ടി വിളിക്കാനും ആളുകൾ കൂടും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന മാസം ചിലപ്പോൾ നമുക്ക് ചിട്ടി കിട്ടണമെന്നില്ല. അപ്പൊ നമ്മൾക്ക് ഷോർട്ട് പീരീഡ് ചിട്ടികളും ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ 10,000 രൂപ വെച്ചിട്ട് 25 മാസം അടയ്ക്കുന്ന 2.5 ലക്ഷത്തിന്റെ ചിട്ടിയുണ്ട്. അതേപോലെ തന്നെ 10,000 രൂപ വെച്ചിട്ട് 40 മാസം അടയ്ക്കുന്ന 4 ലക്ഷത്തിന്റെ ചിട്ടിയുണ്ട്. അങ്ങനെ ഷോർട്ട് പീരീഡ് ചിട്ടികളുണ്ട്. അപ്പൊ നമ്മൾ ഷോർട്ട് പീരീഡിലെ ചിട്ടിയിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് ആളുകൾ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ വേഗം ചിട്ടി പിടിച്ചെടുത്ത് നമ്മുടെ സാമ്പത്തിക ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയും. ലോങ് പീരീഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് സ്ഥലം കൂടുതൽ കിട്ടുമെങ്കിലും ആളുകളുടെ എണ്ണവും കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾക്ക് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മാസം വിളിച്ച് കിട്ടണമെന്നില്ല. അപ്പൊ നമുക്ക് അത് കിട്ടുന്നവരെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു കാര്യം കൂടി ലോങ് പീരീഡിലുണ്ട്. ഷോർട്ട് പീരീഡ് ആകുമ്പോൾ ഇപ്പോൾ 25 മാസം കാലാവധി വരുന്ന ചിട്ടി വരുമ്പോൾ 25 ആളുകളെ ഉണ്ടാവുള്ളൂ. അതേപോലെ 40 മാസം കാലാവധി വരുമ്പോൾ 40 മാസത്തിന്റെ കാലാവധി പറയുമ്പോൾ 40 ആളുകളുണ്ട്. അപ്പൊ ആളുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരും. അതേപോലെ തന്നെ ഈ സാലയിലും വ്യത്യാസം വരും. അതായത് കാലാവധിയിൽ വ്യത്യാസം വരുന്ന സമയത്ത് ഈ സാലയിലും വ്യത്യാസം വരും. അപ്പൊ നമ്മൾ 10,000 രൂപ വെച്ചിട്ട് 100 മാസം അടയ്ക്കുമ്പോൾ 10 ലക്ഷം രൂപയായി. അതേസമയത്ത് 10,000 രൂപ വെച്ചിട്ട് 25 മാസം അടയ്ക്കുമ്പോൾ 2.5 ലക്ഷം രൂപയായുള്ളൂ. അപ്പൊ സെയിം എമ്പോൾ നമ്മൾ അടയ്ക്കുന്ന സംഖ്യ 10,000 രൂപ തന്നെയാണ്. കാലാവധിയിൽ വ്യത്യാസം വരുന്ന സമയത്ത് ഈ സാലയിലും വ്യത്യാസം വരും. ഇപ്പോൾ ചില ആളുകൾക്ക് 10 ലക്ഷത്തിന്റെ ചിലപ്പോൾ അല്ലെങ്കിൽ 10 ലക്ഷം രൂപയുടെ ആവശ്യം ഉണ്ടാവും. പക്ഷെ മാസത്തിൽ അവർക്ക് അടവ് കൂടുതൽ അടയ്ക്കാൻ കഴിയും. എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പോൾ ഒരു 25,000 രൂപ വെച്ചിട്ട് 40 മാസം അടയ്ക്കുന്ന ചിട്ടി 10 ലക്ഷത്തിന്റെയാണ്. 10 ലക്ഷത്തിന്റെ ഉണ്ട്. അപ്പൊ അത് മാസം അടവ് വരുന്നത് 25,000 രൂപയാണ്. അതിന്റെ സ്ഥലം പറഞ്ഞ് 10 ലക്ഷം രൂപയാണ്. കാലാവധി 40 മാസമാണ്. അപ്പൊ അതിൽ 40 ആളുകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 40 ആളുകളിലെ അത്യാവശ്യക്കാരെ ഉണ്ടാവുള്ളൂ ആദ്യത്തെ മാസങ്ങളിൽ ചിട്ടി പിടിക്കാൻ. അപ്പൊ നമ്മൾക്ക് എക്സാമ്പിൾ ഇപ്പൊ 10 ലക്ഷത്തിന്റെ ചിട്ടിയിൽ 30% താഴ്ന്ന് മിനിമത്തിന് വിളിക്കുന്ന സമയത്ത് 7 ലക്ഷം രൂപയും മാക്സിമം ഈ ചിട്ടിയിൽ 9,50,000 രൂപയും ലഭിക്കുന്നു. അപ്പോൾ ഇത് എല്ലാ ചിട്ടിയും അങ്ങനെ തന്നെയാണ്. കാരണം KSFBയുടെ ഫോർമാൻ കമ്മീഷൻ പറയുന്നത് 5%. അതായത് 1 ലക്ഷം രൂപയ്ക്ക് 5,000 രൂപയാണ്.
KSFയുടെ ഫോർമാൻ കമ്മീഷൻ എന്ന് പറയുന്നത്. പിന്നെ ചിട്ടി പിടിച്ച് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് GST കൂടി അതിൽ നിന്ന് ഈടാക്കും. അത് 1 ലക്ഷം രൂപയ്ക്ക് 900 രൂപയാണ് GST വരുന്നത്. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടി ഇതിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വീട് വെക്കാൻ ഒരു മനസ്സിലൊരു പ്ലാൻ വന്നപ്പോൾ തന്നെ അതിന് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങിയ ആളാണ്. അപ്പോൾ ഞാൻ 5 വർഷം മുമ്പേ ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് തുടങ്ങി. എന്നിട്ട് 5 വർഷത്തിന് ശേഷമാണ് ഞാൻ വീട് പണി തുടങ്ങി. ഏകദേശം 1 വർഷം കൊണ്ട് എൻ്റെ വീട് പണി പൂർത്തിയാക്കി. അപ്പൊ ഞാൻ 5 വർഷം മുമ്പ് തന്നെ അത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ആ നിക്ഷേപിച്ച തുകയെടുത്ത് പിന്നെ വേറെ കുറച്ച് തുകയും കൂടി സ്വരൂപിച്ചുകൊണ്ടാണ് എൻ്റെ വീട് പണി പൂർത്തിയാക്കിയത്. അതേപോലെ തന്നെ എൻ്റെ സുഹൃത്തുണ്ട്, അദ്ദേഹം വീട് പണി തുടങ്ങി ഏകദേശം 3 വർഷം കൊണ്ടാണ് അദ്ദേഹം വീട് പണി പൂർത്തിയാക്കിയത്. പിന്നെ എൻ്റെ വേറൊരു സുഹൃത്ത് വന്നിട്ട് അദ്ദേഹം അതേപോലെ തന്നെ വീട് പണി തുടങ്ങി 1 വർഷം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വീട് പണി പൂർത്തിയാക്കിയത്. അപ്പോൾ നമ്മൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാണ് വെക്കാൻ ഉദ്ദേശിക്കുക, അതായത് ആദ്യം തന്നെ കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ടാണ് വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ചിട്ടി ചേരാം. അല്ല നമ്മൾ ഉടനെ വീട് വെക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ചിട്ടി ചേരണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് വലിയ സംഖ്യ കിട്ടണമെങ്കിൽ നമ്മൾ അടയ്ക്കുന്ന സംഖ്യയും വലുതായിരിക്കണം. എക്സാമ്പിൾ പറയുന്നത് ഇപ്പൊ മാസം 50,000 രൂപ വെച്ചിട്ട് ഒരു 40 മാസം അടയ്ക്കുന്ന ചിട്ടി ഉണ്ടാവും. അപ്പൊ അത് 20 ലക്ഷം രൂപയാണ്. അപ്പൊ ഇതില് മാസം വരുന്നത് 50,000 രൂപയാണ്. അപ്പൊ 40 മാസം കാലാവധി വരുന്ന ചിട്ടി വരുമ്പോൾ പെട്ടെന്ന് വിളിച്ചെടുക്കാൻ പറ്റും. കാരണം അതിൽ 40 ആളുകളുള്ളൂ. അപ്പൊ 40 ആളുകളിൽ ആദ്യം വിളിക്കാൻ കുറച്ച് ആളുകളെ ഉണ്ട്. അപ്പൊ ഒരു 5, 10, 15 പേരൊക്കെ അത്യാവശ്യക്കാരുണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചിട്ടി ചേരണമെങ്കിൽ. അപ്പൊ ചിട്ടിയുടെ കാലാവധി, ചിട്ടി അടയ്ക്കേണ്ട എമൗണ്ട്, ചിട്ടിയുടെ സ്ഥലം, ഇതൊക്കെ നമ്മുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അതൊക്കെ നോക്കി മനസ്സിലാക്കി എല്ലാം അതുപോലെ തന്നെ ചിട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീടിനടുത്തുള്ള ബ്രാഞ്ചിൽ പോയി ചോദിച്ച് മനസ്സിലാക്കി ഉറപ്പ് വരുത്തിയ ശേഷം നിങ്ങൾ ചിട്ടി തരിക. അപ്പൊ ചിട്ടി പിടിച്ച ശേഷം മേൽബാധ്യതയ്ക്കുള്ള ജാമ്യം കൂടി കൊടുക്കണം. അത് നമ്മുടെ ഈ ജാമ്യത്തിന്റെ കാര്യം പറയുന്ന സമയത്ത് എല്ലാവർക്കും ഒരു നെറ്റി ചുളിക്കലുണ്ട്. കാരണം ഒരു ചിട്ടി തുടങ്ങുന്ന സമയത്ത് ആ ചിട്ടി ഇപ്പൊ 50,000 രൂപ വെച്ചിട്ട് 40 മാസം അടയ്ക്കുന്ന 20 ലക്ഷത്തിന്റെ ചിട്ടി, ഈ 50,000 രൂപ വെച്ച് 40 ആളുകൾ അടയ്ക്കുന്ന സമയത്താണ് 20 ലക്ഷം ആകുന്നത്. അപ്പൊ ഈ 40 ആളുകളുടെ ഫണ്ട് എടുത്തിട്ടാണ് ഒരാൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ 40 ആൾക്കാർക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് KSF ജാമ്യം മേടിക്കുന്നത്. കാരണം ഇപ്പോൾ ചിട്ടി പിടിച്ചിട്ട് പോകുന്ന ആൾ കൃത്യമായി അടച്ചെങ്കിലാണ് പിന്നത്തെ മാസം ലേലം വിളിക്കുന്ന സമയത്ത് അവർക്ക് കൂടി പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചിട്ടി പിടിച്ചിട്ട് പോകുന്ന ആൾ കൃത്യമായിട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ജാമ്യം മേടിക്കുന്നത്. ജാമ്യം എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിന്റെ നിലനിൽപ്പാണ്. ആ സ്ഥാപനം നിലനിൽക്കുന്ന ജാമ്യം നിർബന്ധമാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം മേടിക്കുന്നത്. അത് മറ്റുള്ളവരുടെ ഒരു സെക്യൂരിറ്റി കൂടിയാണ് ഈ ജാമ്യം എന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് KSF ഇത്രയും വർഷമായിട്ട് ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നത്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചിട്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഏത് ചിട്ടിയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചിട്ടിയെക്കുറിച്ച് കുറച്ച് വിശദമായിട്ട് തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ